ഈ സ്വാഭാവികമായി ഉണ്ടായൊരു ദുരൂഹത, അച്ഛൻ്റെ മരണം പിന്നീട് പോസ്റ്റർ ഒട്ടിച്ച് നാട്ടുകാരെ അറിയിക്കുന്നു. അപ്പോൾ എങ്ങനെ മരണപ്പെട്ടു എന്ന കാര്യത്തിൽ വ്യക്തത തേടേണ്ടിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കല്ലറ തുറക്കാനുള്ള ADMന്റെ ഉത്തരവിന് എതിരെ ഹൈക്കോടതി അടക്കം കുടുംബം സമീപിച്ചു. പക്ഷേ ഹൈക്കോടതിയിൽ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന ചോദ്യം ചോദിച്ചു. ഇതോടുകൂടി പ്രതിരോധത്തിലായ കുടുംബം ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ ഹൈക്കോടതി സ്റ്റേ ചെയ്യാൻ ഒരുക്കമില്ലാത്തതിന് പിന്നാലെ ഇന്ന് രാവിലെയോടെയാണ് ഇത്തരത്തിൽ കല്ലറ തുറന്ന് പരിശോധിച്ചത്. കല്ലറ തുറന്ന് പരിശോധിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയതിന് പിന്നാലെ ഇപ്പോൾ പ്രാഥമികമായ ഒരു നിഗമനത്തിലെത്തിയിരിക്കുന്ന അസ്വാഭാവികതയില്ലെന്ന് ഉമേഷ് ബാലകൃഷ്ണൻ കൂടി വീണ്ടും നമ്മോടൊപ്പം ചെയ്യുന്നു. ഉമേഷ്, ഇനിയിപ്പോൾ ഈ സംസ്കാരം നാളെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. ഇത്തരത്തിൽ ഫോറൻസിക് പരിശോധന, രാസപരിശോധനാ ഫലമടക്കം വരാൻ 2 ആഴ്ച കഴിയുമെന്ന് മനസ്സിലാക്കുന്നു. നിലവിൽ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ, നിയമപരമായ തുടർ നടപടികൾ ഇനിയൊന്നും ഉണ്ടാകില്ല. സ്വാഭാവികമായ രീതിയിൽ മൃതദേഹം സംസ്കരിക്കും, അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പക്ഷേ ബന്ധുക്കളും മറ്റ് VSDP നേതാവ് അടക്കമുള്ളവരുടെ കൂടി ഉപദേശം കൂടി സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ വലിയൊരു ആചാരമായി, ഹൈന്ദവ ആചാരപ്രകാരം വിവിധ വര്യന്മാരെ എത്തിച്ചുകൊണ്ട് ഒരു മഹാസമാധി എന്ന രീതിയിലുള്ള ചടങ്ങ് നടത്തി നാളെ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കും 4 മണിക്കും ഇടയിലുള്ള സമയത്ത് ഈ ചടങ്ങ് സംസ്കാരം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ള മുന്നറിയിപ്പ് കുടുംബം നൽകുന്നുണ്ട്. തങ്ങളെ നിരന്തരമായി ഈ വിഷയം പറഞ്ഞ് വേട്ടയാടി അവർക്കെതിരെ നിയമ നടപടിയുമായി തുടർന്ന് മുന്നോട്ട് പോകുമെന്നുള്ള ഒരു അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോഴും നമ്മൾ ഈ പറയുന്നത് ഇതിന് പ്രാഥമിക റിപ്പോർട്ട് മാത്രമേ എത്തിയിട്ടുള്ളൂ, അതായത് പ്രാഥമിക വിലയിരുത്തൽ മാത്രമേ എത്തിയിട്ടുള്ളൂ. പക്ഷേ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വന്ന ശേഷം മാത്രമേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സമർപ്പിക്കുകയുള്ളൂ. ആ റിപ്പോർട്ടിൽ മാത്രമായിരിക്കും മരണകാരണം അടക്കം രേഖപ്പെടുത്തുക. നിലവിൽ ഈ മരണകാരണം അസ്വാഭാവിക മരണത്തിനുള്ള തെളിവുകളില്ല എന്നുള്ള കാരണം മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു സ്വാഭാവിക മരണമാണെന്ന് പൂർണ്ണ തോതിൽ പറയാനും കഴിയില്ല. എങ്കിലും ഈ പറഞ്ഞതുപോലെ 3 കാര്യങ്ങൾ വിലയിരുത്തി. ആ 3 കാര്യങ്ങളിലും പ്രാഥമിക പരിശോധനയിൽ അസ്വാഭാവികത കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒന്ന്, ശരീരത്തിൽ മറ്റെന്തെങ്കിലും മുറിവുകളോ ക്ഷതങ്ങളോ ഉണ്ടായിട്ടുണ്ടോ, ആ ക്ഷതങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മരണകാരണമായിട്ടുണ്ടോ. അത്തരത്തിൽ പ്രാഥമിക പരിശോധനയിൽ ഇൻക്വസ്റ്റ് സമയത്ത് തന്നെ അത്തരത്തിൽ മുറിവുകളോ ക്ഷതങ്ങളോ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം പോസ്റ്റ്മോർട്ടം സമയത്തും അത്തരം മുറിവുകളോ ക്ഷതങ്ങളോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 2, ശരീരത്തിൽ മറ്റെന്തെങ്കിലും വിഷമോ മറ്റെന്തെങ്കിലും കെമിക്കലോ ഉള്ളിൽ ചെന്നാണോ പറഞ്ഞതുപോലെ അസ്വാഭാവികത ഇല്ലെന്നൊരു വിലയിരുത്തൽ വന്നിരിക്കുന്നു. സ്വാഭാവിക മരണമാണോ എന്നറിയാൻ ഇനിയും കൂടുതൽ പരിശോധനാ ഫലങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് വേട്ടയാടിയെന്നൊക്കെ ഇരവാദം മാത്രമാണോ എന്ന ചോദ്യം കൂടി ഉയരുന്നു. ഈ നാട്ടിലെ ചട്ടങ്ങൾക്ക് മേലെ, ഒരു മനുഷ്യന്റെ യുക്തിബോധത്തിന് മേലെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ആധികാരികമായി പരിശോധന നടത്തേണ്ട ഒരു സംവിധാനത്തിന്റെ ഉത്തരവാദിത്തം കൂടിയാണ്. ആ ഉത്തരവാദിത്തമാണ് സർക്കാർ നിർവഹിച്ചത്.